ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ടേസ്റ്റിലൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 1/2 കിലോന് മട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മട്ടന് ഇപ്പം അങ്ങ് ഫ്രീസറിൽ നിന്ന് എടുത്താണ്. അപ്പം നമ്മളിത് കറി വെച്ചാൽ ടേസ്റ്റ് ഒക്കെ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, വിനാഗിരി, പിന്നെ നല്ല തിളച്ച വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലായിരുന്നു ഇത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെറിയ കഷ്ണാക്കിയിട്ടാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കറി വെക്കാനാണെങ്കിൽ കുറച്ച് വലിയ പീസാക്കിയിട്ട് വെച്ചാൽ കാണാനും നല്ല ലുക്കായിരിക്കും. മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് നമുക്ക് ചതച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 കഷ്ണം പട്ടി, 4 ഏലക്ക, 4 ഗ്രാമ്പു, പിന്നെ ബേ ലീവ്സിന്റെ ഒരു പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പിന്നെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ ഇറച്ചി ഉടഞ്ഞു പോവാതെ കിട്ടാനും എല്ലാം ഇതിനും നല്ലതാണ്. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പൊ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആവശ്യം. ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു 4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുക. ഇപ്പൊ അതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടുപ്പിൽ നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ആ പാനിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 7 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയെ. ഇതിൽ പിന്നെ നമ്മൾ മുളക് പൊടിയെ ചേർക്കുന്നില്ല. കുരുമുളകിന്റെ ഒരു എരിവും പച്ചമുളകിന്റെ എരിവാണ് ഇതിലുള്ളത്. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലൂടെ നമുക്ക് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് കുറച്ച് നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 കപ്പ് തൈര്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പച്ച കളറിലിരിക്കുന്നുണ്ട് മല്ലിയില ചേർത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഗ്രേവിക്കുള്ള ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ 4 വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മട്ടൺ നന്നായിട്ട് വെന്ത് വന്നെന്ന് തോന്നുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കൊന്ന് പിച്ചി നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പാനിനെ അത് കഴുകിയിട്ടൊന്നുമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന്
പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മട്ടൻ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതാ മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക വേണ്ടത്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ വീടുകളിലും കുട്ടികൾക്ക് മട്ടൻ നന്നായി ഇഷ്ടമുണ്ടാവില്ല. എല്ലാവർക്കും ചിക്കനാവും ഇഷ്ടമുണ്ടാവുക. ഇതുപോലൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മട്ടൻ കറിയും അവർ കഴിച്ചോളും. ഇത് നമ്മൾ നെയ്ച്ചോറിന്റെ കൂടെ അതുപോലെ പത്തിരി, പൊറോട്ട, ഫ്രൈഡ് റൈസ് എല്ലാത്തിന്റെ കൂടി നല്ല മേച്ചാണ് ഈ ഒരു കറി. അപ്പൊ ഇത് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം കറക്റ്റാണ്. എരിവൊക്കെ നല്ല പാകത്തിനുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളകിന്റെ എണ്ണ ഒന്ന് കുറച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ എല്ലാരും ഇതൊക്കെ ആയിട്ട് നെയ്ച്ചോറാണ് വെക്കുന്നെങ്കിൽ, ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സൈഡായിട്ട് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മട്ടൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മട്ടൻ മുംതാസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.